ബസ് കിട്ടിയില്ലെങ്കിൽ നടന്നു വരണം. നടന്നു വരാൻ പറ്റൂലേ? എത്ര ദൂരമുണ്ട്? 10 കിലോമീറ്റർ. 10 കിലോമീറ്റർ നടന്നാ എന്ത് കുഴപ്പം? നീ 78 കിലോ നടന്നു നടന്നു ഇപ്പൊ 50 കിലോ ആയത്. ഒരു കുഴപ്പമില്ല. ഇതാണ് പ്രോജക്ട്, വലിയ വലിയ പ്രോജക്ട്. ഇതാണ് ടാർസന്റെ പരിപാടി. ഇപ്പൊ കൊച്ചിയിലാ, റൂമിലവിടെ. അത് കോൾ ചെയ്ത് നോക്കട്ടെ. മാർബോട് കണ്ണുകൾ മൂടവാമലരേ കഴുത്ത് പൊളിക്ക. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സത്യത്തിൽ ഇവിടെ ഒരു ടീം എത്തിയിട്ടുണ്ട്. അവരെ ടീം ആടലോടകം എന്ന് പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്യണോ അല്ലെങ്കിൽ ടീം കുരുക്കെന്ന് പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്യണോ എന്ന് എനിക്ക് അറിയത്തില്ല. സോ എന്തായാലും ഇവരെയൊക്കെ നമുക്ക് അറിയാവുന്ന, അതായത് ഫേസസ് ഭയങ്കര ഫെമിലിയർ ആയിട്ടുള്ള ആളുകളാണ്. സോ ഒരു പുതിയ വിശേഷമുണ്ട്. ജൂലൈ 5-ന് കുരുക്ക് മൂവി റിലീസ് ചെയ്യാണ്. അതിൻ്റെ ഡയറക്ടർ നമ്മളോടൊപ്പം ഉണ്ട്. ആദ്യം സാറിനോട് തന്നെ സംസാരിക്കാം. സാർ, ഒരുപാട് നാളത്തെ സ്വപ്നമായിരുന്നു ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതിൽ പ്രിയപ്പെട്ട എല്ലാവരെയും ഉൾക്കൊള്ളിക്കാൻ പറ്റി എന്നുള്ളത് വലിയൊരു സന്തോഷമാണ്. നമ്മുടെ ആടലോൺ ടീമിനെ ഫുള്ളായിട്ട് നമുക്കതിലേക്ക് കൊണ്ടുവരാനായിട്ട് കഴിഞ്ഞു. അതിൽ സുബിൻ നല്ലൊരു ലീഡ് ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. സുബിൻ ഇവിടെ എത്താനായിട്ട് സാധിച്ചിട്ടില്ല. ഫ്ലെക്സിൽ മാത്രമേ ഉള്ളതും താഴെയായിപ്പോയി. അതെ, ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല, താഴെയായിപ്പോയി സുബിനെ. അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് ആൾക്ക് പകരം ഫോട്ടോ വെച്ചിട്ടുണ്ട്. അതെ 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 പുള്ളി അവിടെ നിന്ന് എത്തി നോക്കുന്നുണ്ട് രൂക്ഷമായിട്ട്. അപ്പം നമ്മുടെ സിനിമ കുരുക്ക് വരുന്ന ജൂലൈ 5-ാം തീയതി റിലീസാവുകയാണ്. ജൂലൈ 4 ടാർസന്റെ ബർത്ത്ഡേ ആയിരുന്നു. അതെ, ജൂലൈ 4 വെച്ചിരുന്നത്. ടാർസന്റെ ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ട് ഞാൻ 5-ലേക്ക് മാറ്റിയതാണ്. അപ്പം ജൂലൈ 5-ാം തീയതി റിലീസാവുകയാണ്. നിങ്ങളെല്ലാവരും തിയേറ്ററിൽ വന്നിട്ട് സിനിമ കാണണം. ആധികാരിയായി പോയി കുറച്ച്. സാറൊന്ന് വിളിയാട്ടപ്പോ പിന്നെ ആധികാരിയും പിടിക്കാന്ന് വിചാരിച്ച. നമുക്ക് ആടലോടകം ടീമുമായിട്ട് ഇനി ആടലോടകം ടീമിലേക്ക് വരാം. എങ്ങനെയാണ് നിങ്ങളുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്? എങ്ങനെയാണ് തമ്മിൽ കണ്ടത്? എങ്ങനെയാണ് ഇങ്ങനെ ഒരു ബോണ്ടിലേക്ക് എത്തിച്ചേർന്നത്? നമുക്കൊന്ന് അറിയാമെന്നൊക്കെ ഉള്ളായിരുന്നു. നിങ്ങൾ നല്ല വൈബാണ്. അതായത് ഒരു സോഷ്യൽ മീഡിയ ഭരിക്കുന്ന ആളുകളാണ്. പിന്നെ ഭരിക്കുന്നുണ്ട്. ഇല്ലില്ല, ആടലോടകം ടീം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് ഒരു കോമഡി വൈബ്, കലിപ്പന്റെ കാന്താരി, അതാണ് മെയിൻ സാധനം. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മുടെ മൈൻഡിൽ പെട്ടെന്ന് വരിക എന്നുള്ളത്. അപ്പൊ എങ്ങനെ ഈ ഒരു ടീം ഉണ്ടാക്കി, അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് വന്നത്, അതൊക്കെ ഒന്ന് പറഞ്ഞാൽ നന്നായിരുന്നു. ഞാൻ കുഞ്ഞു കുഞ്ഞു ഷോർട്ട് ഫിലിംസും കാര്യങ്ങളും ചെയ്ത് വന്നുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഒരു ദിവസം എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കോൾ വരുവാണ്. ഇങ്ങനെ നമ്മുടെ ഒരു ടീമുണ്ട് ആടലോടകം എന്ന് പറഞ്ഞിട്ട്. ഞാൻ ആ സമയത്ത് നമ്മൾ ഈ പറഞ്ഞ അവരുടെ ഇതായിട്ടുള്ള സ്പൂഫായിട്ടുള്ള ബിഗ് ബിയും അതുപോലെ സ്ലോബിയും അതുപോലെ ജലസിംഹവും കണ്ട് ഓൾറെഡി എനിക്കറിയാം അവരെ. അപ്പോൾ പറഞ്ഞ് ഇങ്ങനെ ഒരു ടീമുണ്ട്, നമുക്ക് ജോയിൻ ചെയ്ത് മുന്നോട്ട് പോകാം, നമുക്കൊരു മീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചിട്ട് എന്നെ വിളിച്ചു. അങ്ങനെ നമ്മൾ ചായ് അല്ല കവടിയാറ്, അതിപ്പോ പൂട്ടിപ്പോയി. നല്ല സ്ഥലമായിരുന്നു. അപ്പോൾ അവിടെ വരാനായിട്ട് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടേക്ക് പോയി. എനിക്ക് തോന്നുന്നു കോവിഡിന്റെ തൊട്ട് മുന്നേ ഉള്ള സമയത്ത്, കോവിഡ് കഴിഞ്ഞ് നിൽക്കുന്ന സമയം. അതെ 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 മുടിയുടെ വശങ്ങളിൽ ലാഭിക്കുക. ആ സമയത്ത് പട്ടിണിയും പരിവട്ടമായിരുന്നു. ശരീരത്തിൽ കണ്ടില്ലല്ലോ പട്ടിണി പരിവട്ടത്തിൻ്റെ. വീട്ടിലാകുമ്പോൾ എങ്ങനെയെങ്കിലും ഒരു ഫുഡ് തരുമല്ലോ. അപ്പോൾ അങ്ങനെ അവിടോട്ട് പോയി. സുബിനും സച്ചുവും ഉണ്ടായിരുന്നു. അനീഷിന്റെ അന്നുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നില്ല. ഇല്ലായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ സംസാരിച്ചു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. നമ്മളിങ്ങനെ കാര്യങ്ങളാണ് ആ സമയത്ത് എനിക്കൊന്ന് അതിന് തൊട്ട് മുന്നേ ആയിരിക്കണം എവരുമായിട്ടും സുബിൻ ടാസൻ ജോയിൻ ചെയ്യുന്നത്. നമ്മൾ ഇൻഡിവിജ്വലായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇങ്ങനെ സച്ചുവിനെ പരിചയപ്പെടുത്തി, സുബിനെ പരിചയപ്പെടുത്തി എനിക്ക് അവരെ അറിയാം. അപ്പോൾ നമുക്ക് മുന്നോട്ട് ഇങ്ങനെ തന്നെ പ്രോജക്റ്റും കാര്യങ്ങളും ഞാൻ നോക്കുന്നുണ്ട്, അവർ നോക്കുന്നുണ്ട്. സോ നമുക്കൊരു ടീമായിട്ട് വർക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ അന്നോട്ട് ഇന്ന് വരെയും നമ്മളൊരു ടീമായിട്ട്. അതെ. ഓക്കെ, ഞാനൊരു ഡൗട്ട് ചോദിച്ചോട്ടെ. നേരത്തെ പറഞ്ഞു ആടലോടകം എന്നുള്ള പേരൊരു ആടലോടകം മരത്തിന്റെ മുട്ടിലിരുന്നപ്പോ ഇല വന്ന് വീണ് അങ്ങനെ ന്യൂട്ടനായി കത്തി എന്നൊക്കെ പറഞ്ഞു. നിങ്ങൾ ഇൻ കേസ് ഒരു മാവിന്റെ മുട്ടിലോ ഒരു ചക്കമരത്തിന്റെ മുട്ടിലോ ആയിരുന്നെങ്കിൽ, പ്ലാവിന്റെ മുട്ടിലോ ഇരുന്നെങ്കിൽ നിങ്ങൾ എന്ത് പേരിട്ടേനെ? ഇത് പറയാനായിട്ട് ടാർസൻ കാണൂലായിരുന്നു. ചക്കമരത്തിന്റെ മുട്ടിൽ ചക്ക വീണതിന്റെ കാണുമോ? ഇലയാണല്ലോ വീഴുന്നത്. ചക്കപ്പഴം വന്നിട്ടേനെ. അതിന് ഉത്തരം പറഞ്ഞെങ്കിൽ ടാർസനാണ്. ഇതിനെ ഉണ്ടാക്കി പറഞ്ഞ കഥയാണ് നമ്മുടെ അടുത്ത് പറഞ്ഞത്, നമുക്ക് അറിയാവും. അല്ല, ഞാൻ വേറൊരു പറയുന്നത് ഞാൻ കേട്ടായിരുന്നു.
ഓ അത് തന്നെയാണ്. സ്ക്രിപ്റ്റഡ് ആണ്. അത് തന്നെയാണ്, സ്ക്രിപ്റ്റഡ് ആണ്. പൂർണ്ണമായിട്ട്. പിന്നെ അത്രയും ഡീറ്റെയിൽ ഒന്നും പറയാനുള്ള മരത്തിന്റെ മൂട്ടിയിരുന്ന് അത് ആടലോടെ ഒരു ചെടിയാണ്, പക്ഷെ അത് തണലേരും എന്നൊക്കെ തോന്നുന്നുണ്ട്. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അവൻ പറഞ്ഞു വെച്ചിരിക്കുന്നത് നമ്മളൊരു ഇതേപോലെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു മരം നമുക്ക് തണലായിട്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് പറഞ്ഞേക്കുന്നത്. പക്ഷെ അത് അത്ര വിശ്വസനീയമല്ല. അല്ല, നമ്മൾ പിന്നെ പോവാന്ന് പറഞ്ഞ് തലയാട്ടി കൊടുക്കും. പിന്നെ വിഷമിപ്പിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല ആരെയും, അതുകൊണ്ട് പിന്നെ തലയാട്ടി ഇപ്പോഴും വിഷമാവില്ലല്ലോ. അതെ അതെ. പിന്നെ ഈ ആടലോടകം ടീം എന്ന് പറയുന്നത് നിങ്ങൾ ഭയങ്കര ഫണ്ണിയാണ്. ഓക്കെ, ആ അതെ, ഫണ്ണിയാണ്. അപ്പം ഈ ഒരു ത്രില്ലർ മൂവിയിലോട്ട് വന്ന ടൈമിൽ എവിടെയെങ്കിലും ഒക്കെ കുറച്ച് കോമഡി കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ? അതില് സത്യം പറഞ്ഞാൽ അവര് ചിരിക്കുന്ന തന്നെ കാര്യം. ഇതിനകത്ത് ആകെ ഈ പറഞ്ഞ പോലെ അവർ ഭയങ്കര ഫണ്ണാണ്. ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് സാധനങ്ങൾ പോയി അവരോട് പറയും, അവരെല്ലാവരും കൂടെ തന്നെ ഊക്കും. മനസ്സിലായില്ലേ? ഞാൻ പറയുന്ന സാധനം ഞാൻ നിന്ന് ചിരിക്കും, അവരൊക്കെ സീരിയസ് ആയിട്ട് ഇങ്ങനെ നോക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ കോമഡി ചെയ്തെന്ന് അവർ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ചെയ്തു വന്ന സ്ക്രിപ്റ്റും ഈ പറഞ്ഞ പോലെ സീരിയസ് മോഡായിരുന്നല്ലോ. ഇതിലങ്ങനെ തമാശയ്ക്ക് പ്രാധാന്യമുള്ള ഒരു ഏരിയ ഇല്ല ഇതിൽ, അല്ലേ? തുടക്കം തൊട്ട് അവസാനം വരെയും ത്രില്ലർ ടൈപ്പിൽ ഒരു സസ്പെൻസ് കൊടുത്തിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ അതിൽ തമാശ കൊണ്ടുവരുന്നില്ല. അത് മാത്രം നമ്മളും ഇതിൽ റോള് മെയിനായിട്ടുള്ള ലീഡിങ് റോളൊന്നും അല്ല ചെയ്യുന്നത്, നമ്മൾ ചെറിയ റോളാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ തമാശ വരുന്ന രീതിയിലുള്ളതല്ല. ഇപ്പോൾ സുബിൻ ചേട്ടൻ്റെ റോളാണെങ്കിലും സീരിയസ് ആയിട്ടുള്ള റോളാണ്. അവർ നമ്മുടെ ക്യാരക്ടേഴ്സിൻ്റെ എല്ലാം അത്യാവശ്യം സീരിയസ് ആയിട്ടുള്ള, ഈ സിനിമ മൊത്തത്തിലൊരു സീരിയസ് ഒരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറിയാണ്. അപ്പോൾ ഇതിൽ തമാശ കൊണ്ടുവരുന്ന കണക്കിലൊരു സാധനം നമ്മൾ ഭാവിയിൽ ചെയ്യും. അതെ അതെ, കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാവരും നമ്മൾ കോമഡി എന്നുള്ള രീതിയിലായിരിക്കും അവരെ കാണുന്നത്. അതിൽ നിന്നൊരു ചേഞ്ചും കൂടെ ആയിരിക്കണം ഈ ഒരു പ്രോജക്റ്റ് എന്ന് എനിക്ക് തോന്നി. ഇപ്പം സുബിനെ കണ്ടാലും ഇതിനെ കണ്ടാൽ ചിരിച്ചുകൊണ്ടായിരിക്കും ആൾക്കാരൊന്നും ഞാൻ കൂടെ പോകുന്ന സമയത്ത് എക്സ്പീരിയൻസ് ഇല്ല, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നൊരു ചേഞ്ച് ഉറപ്പായിട്ടും ഉണ്ടാവും. ഈ പറഞ്ഞ പോലെ സുബിന്റെ പല ഭാവങ്ങൾ മിന്നി മറിയുന്നത് കാണാം. അടുത്തതായിട്ട് മിണ്ടാതിരിക്കുന്ന നമ്മുടെ സ്വന്തം മ്യൂസിക് ഡയറക്ടർ അമ്പാടി US ദീക്ഷിത് നമുക്ക് വേണ്ടി പാട്ട് പാടുന്നതായിരിക്കും. സംസാരിക്കാതിരിക്കാനാണ് നല്ല എല്ലാ നമ്പർ മേടിച്ചോണ്ടേ പോകും. നമ്പർ ചോദിച്ചു, അതാണ് പറഞ്ഞത്. അതിന് മുന്നേ ചോദിച്ചു, അതാണ് സംസാരിക്കാനുള്ള ഗ്യാപ്പ് കൊടുക്കാതെ പാട്ടിലോട്ട് പറഞ്ഞു വിട്ടത്. എന്താ ബാക്കിലത്തത് മുടി പോരാട്ടോ. അതെ, മ്യൂസിക് ഡയറക്ടർ അല്ലേ, അപ്പൊ പിന്നെ അല്ല നീ ആദ്യം പാട്ട് തുടങ്ങണം. പാട്ട് കേൾക്കാം, ശാസ്ത്രീയമായിട്ട് എല്ലാവരും യൂത്തല്ലേ പാടാം, ശാസ്ത്രീയമായിട്ടാണ്. കഴിഞ്ഞ 4 വരി എന്ന് പറഞ്ഞ അവസാനം അതും തെറ്റി, ലിറിക്സ് വരെ തെറ്റിച്ച ഇവന്റെ ആണല്ലോ മ്യൂസിക് ഞാൻ കൊടുത്തെന്നുള്ളതാണ്. ചേഞ്ച് ആണല്ലോ, അത് ആരും പാടിക്കാൻ ഇന്റർവ്യൂ പാടി കേട്ടില്ല. അപ്പൊ ശാസ്ത്രീയമായിട്ട് നല്ലതായിട്ട് ചെയ്തിട്ടുണ്ടല്ലേ. കുതിരയുടെ സൗണ്ട് അങ്ങനെയൊക്കെ വേണ്ടി വരും. നീ അത് പാട്ട് പാടും. பாதி ஜீவன் கொண்டு தேகம் வாழ்ந்து வந்ததோ, மீதி ஜீவன் உன்னை பார்த்த போது வந்ததோ, ஏனோ சுகம் உள்ளூருதே, ஏனோ மனம் தள்ளாடுதே, ஏனோ சுகம் உள்ளூருதே, ஏனோ மனம் தள்ளாடுதே, விரல்கள் தொடவா விழுந்தை தரவா, மார்போடு கண்கள் மூடவா மலரே. ஒரே അടുത്ത പൊളിക്ക. മൂവിയുടെ എക്സ്പീരിയൻസ് പറയാനാണെങ്കിൽ അഭിജിത്തേട്ടൻ്റെ കുറേ നാളായിട്ട് അറിയാം. നമ്മൾ ലോങ് ടൈം ഫ്രണ്ട്ഷിപ്പാണ്. അപ്പോൾ ആടലോടകത്തിൽ എത്തുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 3 വർഷം മുന്നേ നമ്മളൊരു വെബ് സീരീസ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് സുബിൻ ചേട്ടനും അഭിജിത്തേട്ടനുമാണ് ഡയറക്റ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ 2 എപ്പിസോഡ് യൂട്യൂബിലുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് മ്യൂസിക്കും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും ചെയ്യാനാണ് ഞാൻ ഓൾറെഡി അവരുടെ ടീമിൽ ജോയിൻ ആവുന്നത്. പിന്നെ നമ്മൾ ഫ്രണ്ട്ഷിപ്പായ ഒരു ഫാമിലി പോലെയായി. പിന്നെ അങ്ങോട്ട് ഒരുമിച്ച് വീഡിയോസൊക്കെ എടുക്കും, ഒരുമിച്ച് യാത്രകൾ ചെയ്യാൻ തുടങ്ങി, ഒരുപാട് വർക്ക്സ് ചെയ്യാൻ തുടങ്ങി. അതിനുശേഷമാണ് അഭിജിത്തേട്ടൻ്റെ കുരുക്കെന്ന് പറയുന്ന മൂവി. അത് അഭിജിത്തേട്ടൻ്റെ കുറേ നാളത്തെ സ്വപ്നമാണ്, കുറേ നാളത്തെ സ്ട്രഗിൾ ഉണ്ട് അതിൻ്റെ അകത്ത്. അത് പറയാനാണെങ്കിൽ ഒരുപാട് പുള്ളിയുടെ ലൈഫ് തന്നെ ഉണ്ട് ആ ഒരു സിനിമ എന്ന് പറയുന്നത്. അപ്പോൾ അതിലൊരു ഭാഗമാവാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയതിലും ഒരുപാട് സന്തോഷം. നമ്മൾ ഈ വീഡിയോസ് ഒക്കെ ചെയ്യുന്ന സമയത്തെ ആദ്യം സ്ക്രിപ്റ്റ് ആയിരിക്കുമല്ലോ എഴുതുന്നത്. അപ്പോൾ ഒരാള് ഇന്ന റോള് ചെയ്യണം, അങ്ങനെ ആരാ ഡിസൈഡ് ചെയ്യുന്നത്? അതായത് എഴുതുമ്പോൾ തന്നെ മൈൻഡിൽ വരുവാ ഇന്നെ
ഇപ്പം അമ്മയുടെ വേഷം ഇന്നാൾ ചെയ്താൽ നന്നായിരിക്കും അങ്ങനെയൊക്കെ? അത് അമ്മയുടെ പെണ്ണ് വേഷം ഏതൊന്നാലും ടാർസനായിരിക്കും, അതിനകത്ത് ചിന്തിക്കേണ്ട ആവശ്യമില്ല. രണ്ടെണ്ണം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ കണ്ടാകും. ചൂസ് എന്റെ അവസാനം പുള്ളി തന്നെ പറയാം എനിക്കിനി അയ്യ പെണ്ണ് വേഷം കേട്ടാ. എന്നാലും പുള്ളി തന്നെ ചെയ്യും. പുള്ളിക്ക് അറിയാം പുള്ളി ചെയ്താലേ അത് ഏക്കോളുന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ടാർസൻ നിങ്ങൾക്ക് അല്ല വേറെ ഒരിക്കൽ മാത്രമേ ടാർസൻ ഒരു പിടിവശിച്ചുള്ളൂ, ഞാൻ ഈ റോഡ് ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് ഒരിക്കൽ മാത്രമേ ഉള്ളൂ. അത് തന്നെയാണ്. അപ്പൊ ബാക്കിയൊക്കെ എങ്ങനെ ഡിസൈഡ് ചെയ്യും? അത് നമ്മൾ കണ്ടുകൊണ്ട് വരുമ്പോ അയാൾ ഇത് ചെയ്താൽ മതി എന്നുള്ളത് നമുക്ക് തന്നെ ഓട്ടോമാറ്റിക് തോന്നും. അപ്പൊ അങ്ങനെ നിർബന്ധമൊന്നുമില്ല ഈ സാധനം ഞാൻ നീ തന്നെ ചെയ്യണം അങ്ങനെയൊന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് നമ്മളൊക്കെ അഭിനയ രംഗത്തോട്ട് കൊണ്ടുവന്ന ആൾക്കാരാണ് കേട്ടോ രണ്ടുപേരും. ഇടയ്ക്ക് വെച്ച് എങ്ങനെ ഡൗൺ ആയിരുന്നു അക്കൗണ്ട്. അതെ, ഞാൻ ചെയ്തൊരു സാധനം 10K അതുവരെ ഉണ്ടായിരുന്നില്ല 3 ലക്ഷം സാധനം ഷൂട്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു, ഇറക്കാൻ പോലും പറ്റിയില്ല. ഡിലീറ്റ് കളായി. രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഷൂട്ട് ചെയ്തിട്ട് ഞാൻ ചോദിച്ചു 3 ദിവസമായിട്ടും കാണാനില്ല. കാരണം സാധാരണ 3 ഒറ്റ ദിവസം ഇടുന്നത്, അത് ഡിലീറ്റ് ചെയ്തു. ഒരു ചെറിയ ഡൗട്ട്, നൂറാണി എന്നെങ്ങനെയാണ് പേര് വന്നത്? അഭിജിത്ത് നൂറാണി. നൂറാണി ആണിക്കച്ചവടം വീട്ടുപേരാണ് നൂറാണി. അത് എന്തുകൊണ്ട് അങ്ങനെ വീണ? അതെനിക്കറിയില്ല, ഞാൻ ചോദിച്ചിട്ടുണ്ട്. ഞായറാഴ്ച പാരമ്പര്യമായിട്ട് മറ്റേ സിദ്ധമർമ്മ വൈദ്യ തടവൊക്കെ ഉണ്ടോ? പൂട്ടിയപ്പോ അത് അല്ല, തടവ് പറ്റില്ല, കുടുംബപ്പേരാണ്. അപ്പൊ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു കുറച്ച് ഫേമസ് ആയിട്ടുള്ള ഒരു തറവാടായിരുന്നു നൂറാണി എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ബ്രാൻഡ് വരുന്ന സമയത്ത് ആ പേരെടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് അറിയപ്പെടുമല്ലോ. അതുകൊണ്ട് അവര് ആ ഒരു വൈദ്യശാലയ്ക്ക് അവരുടെ പേരിട്ടു എന്നുള്ളതേ ഉള്ളൂ. അവര് നമ്മളുമായിട്ട് കണക്ഷൻസ് ഒന്നും ഇല്ല. പോയി അല്ല, അങ്ങനെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ ഡോക്ടർ അതായത് കലിപ്പന്റെ കാന്താരി ഞാൻ നേരത്തെ എടുത്ത് പറഞ്ഞല്ലോ, ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടാണ് അതൊക്കെ ചെയ്യുന്നത്. വീഡിയോ കോളൊക്കെ ചെയ്ത് സംസാരിക്കുന്നത് അതെങ്ങനെയാണ് വീഡിയോ സാധാരണ എല്ലാവർക്കും റിലേറ്റ് ആവാറുണ്ട്. എല്ലാ വീഡിയോ വർക്ക് ആവാറുണ്ട്. അത് റിയൽ ലൈഫിന്റെ എക്സ്പീരിയൻസ് കൊണ്ട് വരുന്ന സാധനമാണ്. അത് കഴിഞ്ഞിട്ട് ആ മോഡുലേഷൻസ് ഒക്കെ ഒന്ന് പറയാന്ന് പറയണേ. അതാ ഞാൻ എന്നെ ഒന്ന് പറയാം, എന്നോടൊന്ന് ഞാൻ സ്ലീവ്ലെസ് ഒക്കെ ഇട്ട് വന്നിരിക്കല്ലേ, അപ്പൊ പറയൂ. കാമുകയല്ലേ? അല്ല, പറഞ്ഞോളൂ വീഡിയോസിൽ. തിരിച്ച് ഓപ്പോസിറ്റ് കൗണ്ടർ ഡയലോഗ് പറയണം. ഞാൻ കരഞ്ഞോളാം. അല്ല, അങ്ങനെയാണല്ലോ, അയ്യോ ചേട്ടാന്നൊക്കെ പറഞ്ഞോളാം. വീഡിയോ കോളാണെങ്കിൽ എനിക്ക് വരുള്ളൂ, നേരിട്ട് നോക്കി പറയാൻ ബുദ്ധിമുട്ടുണ്ട്. ആവശ്യമില്ല, ഞാൻ പറഞ്ഞില്ലേ തന്നത് നേരത്തെ. കരഞ്ഞോണ്ടിരിക്കേ. അല്ല, ഞാൻ പറഞ്ഞിട്ടാണല്ലോ അറിയുന്നത് ഇട്ടതും പ്രശ്നമായെന്ന്. നിനക്ക് മൂത്ത് വെക്കാൻ പറ്റൂലേ? എന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടോ ഇമാതിരി സാമാനോട്ടുണ്ട് വെല്ലോട്ട് ഇറങ്ങി കിടക്കല്ലോ? ഇഷ്ടപ്പെട്ടിട്ടല്ല ഞാൻ ഇട്ടത്. ഇഷ്ടപ്പെട്ടിട്ടാ? എന്തും ഇഷ്ടപ്പെട്ടിട്ട്? നീ ഇത് ആരെ കാണിക്കാനാണ് ഇങ്ങനെ അണിഞ്ഞിരിഞ്ഞ് നടക്കണത്? ആരും കാണിക്കാനില്ല. എന്തിനാ ഇങ്ങോട്ട് വന്ന ആരോടാ? അതെന്റെ മാമന്റെ കൂടെ. ഏത് മാമൻ? ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടോ നിന്റെ അച്ഛൻ്റെ കൂടെ മാമന്റെ കൂടെ കയറി വണ്ടി ഇരുന്ന് പറഞ്ഞ ഇഷ്ടമല്ല? സോറി, ബസ് കിട്ടാഞ്ഞിട്ടാ. ബസ് കിട്ടിയില്ലെങ്കിൽ നടന്നു വരണം. നടന്നു വരാൻ പറ്റൂലേ? ഇത്തിരി ദൂരം ഇല്ലേ? എത്ര ദൂരമുണ്ട്? 10 കിലോമീറ്റർ. ഞാൻ 10 കിലോമീറ്റർ നടന്നാ കുഴപ്പം? നീ 78 കിലോമീറ്റർ നടന്നു നടന്നു ഇപ്പൊ 50 കിലോ ആയത്. സോറി, ഒരു കുഴപ്പമില്ല. സോറി. ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട്. റിലേറ്റ് ചെയ്യാൻ പറ്റുന്നെന്ന് പറയല്ലേ, അപ്പൊ പിന്നെ അറിയാലോ. അതെ. അപ്പം അടുത്തത് നമ്മുടെ ആടലോടകം മൂവിയുടെ ആടലോടകം ടീമിന്റെ അടുത്ത എന്തൊക്കെയാണ് നിങ്ങളുടെ വീഡിയോസ് എന്ന് വരും? പുതിയ വീഡിയോസ്, ഐഡിയാസ് അത് വന്നോണ്ടേയിരിക്കും, ആഴ്ചയില് വരും. അത് തന്നെയാണ് ഇപ്പം മെയിനായിട്ടുള്ള വിശേഷം. ഈ ജൂലൈ 5-ന് കുരുക്ക് വരുന്നു എന്നുള്ളതാണ്. നമ്മുടെ കുറേ നാളത്തെ നമ്മുടെ ക്രൂവിൻ്റെ എല്ലാവരുടെയും സ്വപ്നമാണ്. നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഒരാൾ സംവിധാനം ചെയ്ത് നമ്മുടെ ക്രൂ അഭിനയിച്ച് നമ്മുടെ ക്രൂവിലുള്ള ആൾ മ്യൂസിക് ചെയ്തിട്ടുള്ളൊരു സംഭവം. സാധാരണ നമ്മൾ സിനിമയെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ നമ്മൾ സാധാരണക്കാരാണ്. ബഡ്ജറ്റ് ആണെങ്കിൽ തന്നെ ഒരുപാട് ബഡ്ജറ്റൊന്നും ഇല്ലാണ്ട് നമ്മൾ നിൽക്കുന്ന രീതിയിൽ ചെയ്തൊരു പടമാണ്. അത് റിലീസാവുന്ന നമ്മളെ പോലുള്ളവർക്കും ഇതേപോലൊരു സംഭവം ഇറക്കാൻ പറ്റും എന്നുള്ള ഒരു സന്തോഷത്തിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. സിനിമ ഒന്ന് ഇറങ്ങി കഴിഞ്ഞാൽ റെയിൽവേ സ്റ്റേഷനിൽ പോയത് വിളിക്കാൻ റീലൊക്കെ ഇടുമല്ലോ. 3 റീൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുപോലെ ചെയ്യാൻ. നമ്മൾ മിസ് ചെയ്ത ഒരാള് നമ്മുടെ ടാർസൻ ചേട്ടൻ എവിടെയാണ്? പുള്ളി കൊച്ചി തിരുവള്ളിൽ കാണും. എറണാകുളത്താണ്. 2-3 വലിയ പ്രോജക്റ്റുകളുടെ ഭാഗമായിട്ട് ഡിസ്കഷൻസും പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്ലോഡ് ചെയ്തൊരു സ്റ്റോറി ഉണ്ട്, അതിൽ ടാർസൻ ഇപ്പൊ എന്ത് ചെയ്യണമെന്ന് നമുക്ക് അറിയാൻ പറ്റും. അതൊന്ന് കാണിച്ചു കൊടുക്കും സ്ക്രീനിൽ. ടാർസൻ ഇപ്പൊ കൊച്ചിയിൽ പോയിട്ട് റീലൊക്കെ തന്നെയാണ്.
ടാസനെ വിളിക്കാം. വിളിക്കാൻ പറ്റുമോ? പിന്നെ ഞാൻ വിളിക്കണം. ഇതാണ് ടാസ്കിന്റെ ഇപ്പൊ പരിപാടി. അവിടെ ഇതാണ് പ്രോജക്റ്റ്, വലിയ വലിയ പ്രോജക്റ്റ്. അവിടെ മതിയോ? ഇതാണ് ടാസ്കിന്റെ പരിപാടി. ഇപ്പൊ കൊച്ചിയില റൂമിലവിടെ ഇതാ വലിയ വലിയ പ്രോജക്റ്റ്. പാലാരിവട്ട പാലത്തിൽ പോയാൽ നമുക്ക് വീഡിയോ കോൾ ചെയ്ത് നോക്കിയാലോ? ടാർസൻ വീഡിയോ കോൾ ചെയ്താ നോക്കട്ടെ, അത് കോൾ ചെയ്ത് നോക്കട്ടെ. എന്താണ് അവസ്ഥ പറഞ്ഞല്ലോ. ഇവരാണെങ്കിൽ അത് കട്ട് ചെയ്യില്ല, അതേ കണക്ക് അപ്ലോഡ് ചെയ്യും. പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് നിൽക്കണം തോന്നുന്നു. നിങ്ങൾക്ക് പ്രേക്ഷകർക്ക് ഭാഗ്യമില്ല. ഭാഗ്യല്ല. ഇല്ല, 6:30 ഉള്ളൂ. ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കാം. ജിമ്മിലാണെന്ന് തോന്നുന്നു. ഓക്കെ, ഒന്ന് വിളിച്ചേക്കാം. എന്തായാലും വിളിക്കും, തിരിച്ചു വിളിക്കും. നോക്കാം, നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ. ഫസ്റ്റിൽ എനിക്ക് ചീത്ത വിളിയായിരിക്കും, അത് സംസാരമില്ല. ഓക്കെ, ഇനി നമ്മുടെ ഡയറക്ടറിനോട് ഒരു ക്വസ്റ്റ്യൻ. ഇനി അപ്കമിങ് ആയിട്ട് എന്തെങ്കിലും, അതായത് ത്രില്ലർ തന്നെ ചെയ്തു പോകാനാണോ ഇഷ്ടം, അല്ലെങ്കിൽ ഒരു ട്വിസ്റ്റ് ചെയ്യാൻ എന്തെങ്കിലും, അതായത് ഒരു കോമഡിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യാനൊരു താല്പര്യമുണ്ടോ? ഇല്ല, നമ്മൾ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് സ്ക്രിപ്റ്റുകളുണ്ട്. അപ്പോൾ അതിൽ ത്രില്ലേഴ്സും വരുന്നുണ്ട്, അല്ലാതെ കോമഡി ഈ പറയുമ്പോൾ ഒരു പശുവായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു സ്ക്രിപ്റ്റും ചെയ്തു വെച്ചിട്ടുണ്ട്. ത്രൂ ഔട്ട് ഫണ്ണായിട്ടുള്ളൊരു സാധനം. അപ്പോൾ ഇതിൽ രണ്ടിലേതെങ്കിലും ഒരിടത്തിനെ വിശ്വസിച്ചുകൊണ്ട് ഒരു പ്രൊഡ്യൂസർ വരിക എന്നുള്ളതാണ് ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ തന്നെ ചെയ്തു വെച്ചിട്ടുള്ളൊരു സീരീസിൻ്റെ കുറച്ച് പാർട്സ് ചെയ്യാനായിട്ടുണ്ട്. അപ്പം ഇപ്പം ഈ പറഞ്ഞ പോലെ ഇപ്പം സുബിനാണെങ്കിലും ഞാനാണെന്നുണ്ടെങ്കിലും ഇവരാണെന്നുണ്ടെങ്കിലും പല പല സിനിമയുടെ പാർട്ടായിട്ട് ഇപ്പം തിരക്കുകളിലാണ്. അതുകൊണ്ടാണ് നമുക്ക് കോമൺ ആയിട്ട് വന്നിട്ടൊരു വർക്ക് ചെയ്യാൻ പറ്റാത്തത്. ഈ പറയുമ്പോൾ അവരുടെ റീൽസ് ആണെങ്കിൽ പോലും അവർക്ക് ഇവർ രണ്ടുപേരും ഇവിടെ ഉള്ളൂ. സുബിൻ എറണാകുളത്താണ്, ഞാൻ എൻ്റെ ഈ സിനിമയുടെ ഭാഗമായിട്ട് നമ്മളും തിരക്കാണ്. അപ്പോൾ ഇനി അങ്ങനെ കുറച്ച് പ്രോജക്ട്സ് ഇവരും കൂടെ വന്നിട്ട് നമ്മൾ ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ് ആഗ്രഹം. അതിൽ വെറുതെ ഇരിക്കാണ്ട് എല്ലാം ഈ പറഞ്ഞ സിനിമയായിട്ട് റിലേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ മ്യൂസിക് ഡയറക്ടറിന്റെ എന്താണ് ഇനി അടുത്ത പ്ലാൻ? അടുത്ത മൂവി കമ്മിറ്റ് ചെയ്തിട്ടുണ്ടോ? ഒരു മൂവി സംസാരം നടക്കുന്നുണ്ട്. സൂരജ് സുമാർ എന്ന് പറയുന്ന ഒരു പുള്ളിയുടെ രജു വർഗീസിന്റെ ഒരു പടത്തിന്റെ അതിന്റെ പ്രീ പ്രൊഡക്ഷൻ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ പാട്ടും ബാക്ക്ഗ്രൗണ്ട് സ്കോറും പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതിന്റെ ഡിസ്കഷൻ നടക്കുന്നതേ ഉള്ളൂ. ഓക്കെ, എന്തായാലും ഓൾ ദി ബെസ്റ്റ്. എന്താ പറയാൻ വന്നേ? അല്ല, ദീക്ഷിനെ കുറച്ചുകൂടെ നന്നായിട്ട് ഇതിനെപ്പറ്റി കുരുക്കിനെ പറ്റി പറയാൻ പറ്റും. കാര്യം ദീക്ഷ ഫുള്ള് കണ്ടിട്ടിരിക്കുന്നത് അല്ലേ, മ്യൂസിക് ഓൾറെഡി ഒരുപാട് പ്രാവശ്യം കണ്ടായിരുന്നു. സ്കോർ നടക്കുന്ന സമയത്ത് തന്നെ ഓൾമോസ്റ്റ് എത്ര ഇൻസ്ട്രുമെന്റ്സ് യൂസ് ചെയ്തിട്ടുണ്ട് അതിൽ മ്യൂസിക് ചെയ്യാൻ? ഒരുപാട്. എന്നാ ഏറ്റവും ഇഷ്ടമുള്ളത് ഏതാ അതില്? ബീറ്റ്സ് ഒക്കെ ചെയ്യാനും പിന്നെ എത്ര സിനിമ കോപ്പി അടിച്ചിട്ടുണ്ട് മ്യൂസിക്? റെഫറൻസ് ഒരുപാട് തന്നിട്ടുണ്ട്. റെഫറൻസ് അതേപോലെ പുള്ളിക്കാരൻ ആ ഒരു സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാൻ വേണ്ടിയുള്ള സ്വാതന്ത്ര്യം പുള്ളിക്കാരൻ തന്നിട്ടുണ്ട്. തീർച്ചയായും. അല്ല, അത് ശരിയാണ്. അത് ശരിയാണ്. ഞാൻ ഈ പറഞ്ഞ ആ സീൻ ആപ്റ്റായിട്ടുള്ള ഒരു മ്യൂസിക് പ്ലേ ചെയ്തിട്ട് എനിക്ക് ഇത് ബേസ് വെച്ചിട്ട് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല, അവൻ അവൻ്റെതായിട്ട് മാറ്റാൻ പറയും. പിന്നെ അതിന്റെ വേറെ വെർഷൻ എനിക്ക് യൂട്യൂബിലെത്തേക്ക് വേണ്ടി ഒരു മ്യൂസിക് ചെയ്തു, അതോടുകൂടി ഞാൻ പിന്നെ വിളിക്കത്തില്ല. സൂപ്പർ ഹീറോ സ്പെഷ്യൽ തീം മ്യൂസിക് ഒക്കെ ഉണ്ട്. അതെന്നെ വേണ്ടെന്ന് പറഞ്ഞു അപ്പോഴെന്നെ. അതെനിക്കൊരു പേടി. നമ്മുടെ കുരുക്ക് മൂവിയിൽ ബാക്കിയുള്ള ആക്ടേഴ്സിനെ പറ്റിയും ആക്ട്രസസിനെ പറ്റിയും ഒക്കെ ഒന്ന് പറഞ്ഞാൽ. കുരുക്ക് മൂവിയുടെ മെയിൻ ലീഡ് ചെയ്തേക്കുന്നത് അനിൽ ആൻറ്റോ എന്ന് പറഞ്ഞിട്ട് ആർട്ടിസ്റ്റാണ്. ആളുടെ 3ാമത്തെ മെയിൻ ലീഡ് ചെയ്യുന്ന പ്രോജക്റ്റാണ് കുരുക്ക് എന്ന് പറയുന്നത്. അതിൽ ലീഡ് ഫീമെയിൽ ചെയ്തേക്കുന്നത് പ്രീത പ്രദീപ് എന്ന് പറഞ്ഞ ആളാണ്. ആൾ പുറത്താണ് ഇപ്പോൾ ഉള്ളത്. അവരുടെ ഇൻ്റർവ്യൂസിലൊന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ മീര നായർ, അതുപോലെ ശ്രീജിത്ത് ശ്രീകണ്ഠൻ, അസീമിക്ക, ശബരി ചന്ദ്രൻ, അതുപോലെ സുബിൻ ടാസിന് എത്തിയാൻ പറ്റിയിട്ടില്ല, അനീഷ്, സച്ചു, ബാലാജി ശർമ്മ, കൊല്ലം തുളസി, മഹേഷ് ഏട്ടൻ, ബിന്ദു KS, നമ്മുടെ യമുന റാണി, അങ്ങനെ ഒട്ടനവധി ആൾക്കാർ നമ്മുടെ ഈ സിനിമയിൽ പാർട്ടായിട്ട് വന്നിട്ടുണ്ട്. എൻ്റെ ചേട്ടൻ ഇവിടെ വന്നതിന് ശേഷം തിരിച്ച് വിട്ടിട്ടില്ലെന്നാണ് തോന്നുന്നത്. എന്ന് കണ്ടാലും ഇങ്ങനെ ഇവിടെ കാണും. കളിക്കാൻ ബന്ധപ്പോഴും ഉണ്ടായിരുന്നു. അതെ അതെ അതെ, മഴയത്ത് ടർഫിൽ കളിക്കാനായിട്ട് പോയിരുന്നു ഷൂട്ടിന്റെ ടൈം കഴിഞ്ഞിട്ട്. അപ്പൊ അത് വലിയൊരു ഭാഗമാണ്. കാര്യം ഒരു സീനിയർ ആർട്ടിസ്റ്റ് വന്നിട്ട് ഒരു സിനിമ സെറ്റിൽ വരികയാണെന്നുണ്ടെങ്കിൽ അവർ ആ ഒരു ഷൂട്ടിങ്ങിന്റെ ആ ടൈമിൽ മാത്രമേ അവർ കൂടെ ഉണ്ടാവാറുള്ളൂ. അപ്പം പുള്ളി പറയുന്ന പോലെ എന്നെപ്പോലെ തന്നെ പുള്ളിക്കും പ്രൂവ് ചെയ്ത് മുന്നോട്ട് വരിക എന്നുള്ളൊരു
കാര്യമുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് 100% എഫോർട്ട് എടുത്ത് നമ്മളെ കൂടെ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്നെ തന്നെ കൊണ്ടുപോയി എൻ്റെ ചിലവും കാര്യങ്ങളും പോലും പുള്ളി നോക്കുന്നുണ്ട്. അപ്പോൾ അതാണ് വിടാത്തത്. അപ്പൊ പുള്ളി പോകാത്തതല്ല, വിടാത്തതാണ്. പിന്നെ ഈ ഒരു പ്രോജക്റ്റ് എന്നെ വിശ്വസിച്ച് പ്രൊഡ്യൂസ് ചെയ്യാൻ വന്നിട്ടുണ്ടെന്ന് ഷാജി പുന്നലാൽ എന്ന് പറഞ്ഞ ഷാജി ചേട്ടൻ. അപ്പോൾ പുള്ളിക്ക് വേണമെന്നുണ്ടെങ്കിൽ വലിയൊരു ഡയറക്ടറിനെയോ അല്ലെങ്കിൽ അതുപോലുള്ള ലീഡ് ആർട്ടിസ്റ്റിനെ വെച്ചിട്ട് സിനിമ ചെയ്യായിരുന്നു. അപ്പം നമ്മുടെ സ്ക്രിപ്റ്റിലും എന്നിലും അർപ്പിച്ച വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് ഇതിപ്പം ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയെന്നുള്ളത് ഞാൻ ഭയങ്കര സന്തോഷിക്കുന്നു. എത്ര നാളെടുത്ത മൂവി മീൻ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് എത്ര നാൾ പോയി? നമ്മൾ ഡിസ്കഷൻ ഞാൻ ഈ പറയും പോലെ ഒരുപാട് ആൾക്കാരിലേക്ക് പോയതിൻ്റെ ഭാഗമായിട്ട് നല്ല നീണ്ടിട്ടുണ്ടായിരുന്നു. ഷൂട്ടിങ്ങിന് ഏകദേശം നമ്മളൊരു 25 മുതൽ 27 വരെ ദിവസമാണ്, 2 ഷെഡ്യൂളായിട്ടായിരുന്നു. ഫുള്ള് ട്രിവാൻഡ്രം തന്നെ ആയിരുന്നു. എന്തുകൊണ്ട് ട്രിവാൻഡ്രം ഫുള്ള് കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്തു? എൻ്റെ കോൺടാക്ട്സ് കൂടുതലും, ഞാൻ തിരുവനന്തപുരത്തുകാരനാണ്, അപ്പോൾ എൻ്റെ കോൺടാക്ട്സ് മുഴുവനും തിരുവനന്തപുരത്തുള്ളതാണ്. പിന്നെ ഈ പറയും പോലെ എനിക്ക് എല്ലാ സ്പോട്ടിലും എന്തൊക്കെയുണ്ട്, ഇവിടെ എന്തൊക്കെ അവൈലബിൾ ആണെന്നുള്ളത് എനിക്ക് ഓൾമോസ്റ്റ് അറിയാം. പിന്നെ ചിത്രാഞ്ജലി പാക്കേജ് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഫെസിലിറ്റീസ് യൂസ് ചെയ്യണമെങ്കിലും തിരുവനന്തപുരത്ത് ചെയ്താൽ കുറച്ചുകൂടെ ബെറ്ററായിട്ട് എനിക്ക് ഉപയോഗിക്കാനായിട്ട് കഴിയും. ആ രീതിയിലാണ് ഞാൻ തിരുവനന്തപുരം ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ മാത്രം ഇവിടെ ഒരു നാട്ടിൻ പ്രദേശം അങ്ങനെ ഒരു കാര്യമാണെങ്കിൽ ഞാൻ ചിലപ്പോൾ അല്ല മലയോര പ്രദേശം ആണെങ്കിലും ഓക്കെ. നമ്മുടെ ഈ സബ്ജക്റ്റിന് ഒരു സിറ്റി ഏരിയ മസ്റ്റാണ്. സോ എനിക്ക് തിരുവനന്തപുരം ഓക്കെ ആയിരുന്നു. നമുക്ക് 27 ദിവസം ഉണ്ടെങ്കിലും നമ്മൾ 25 ദിവസം അവിടെ ഉണ്ടായിരുന്നു. 3 സീനുകൾ. പക്ഷേ 3 സീനുകൾ 25 ദിവസം. ഞാൻ എല്ലാ ദിവസവും വിളിക്കും, സച്ചു അവൈലബിൾ ആണല്ലോ, ഞാൻ ശരിയാട്ടാ കോസ്റ്റ്യൂം എടുത്തിട്ടുണ്ട് വരും. എന്നിട്ട് 9 വരെ പിടിച്ചിരുന്നു. പുള്ളിക്ക് നമ്മുടെ ദേഷ്യം ഉണ്ടോ ഇല്ലെന്ന് എനിക്കറിയാം. ഒരു 3 മണി തൊട്ട് 9 വരെ പിടിച്ചിരുത്ത് പറയും, സോറിടാ സച്ചു, ഓക്കെ ശരിയാട്ടാ കുഴപ്പമില്ല. ഇത് എന്നാ 27 ദിവസം നമ്മൾ പിന്നെ അത് ശീലമാക്കി. നമുക്ക് എൻ്റെ കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ടുള്ള ആർട്ടിസ്റ്റുകൾ ഇവരുടെ റീലിൻ്റെ അകത്ത് എൻ്റെ ഹോട്ടൽ വേറെന്തി വേറെ നബി തന്നെ ഉണ്ടോന്നും പറയുന്നില്ല, അത്രേ ഉള്ളൂ. അപ്പം എന്തുകൊണ്ട് എല്ലാവരും കുരുക്ക് മൂവി വന്ന് കാണണം? പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? കുരുക്ക് മൂവി സഡനായിട്ട് എന്തുകൊണ്ട് കാണണമെന്ന് ചോദിച്ചാൽ സത്യത്തിൽ ഉത്തരവില്ല. എനിക്ക് പെട്ടെന്ന് പറയാൻ പറ്റുന്നില്ല. പോയി കാണാനാ. ത്രില്ലറാണ്. നിങ്ങൾ കണ്ടിട്ട് ഇപ്പം നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത സസ്പെൻസ് നിറഞ്ഞ ഒരു പടമൊന്നുമല്ല കുരുക്ക് എന്ന് പറയുന്നത്. പക്ഷെ ഒരു പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ നമ്മുടെ തിയേറ്ററിൽ വന്ന് കുരുക്ക് സിനിമ കാണുവാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവർക്ക് നിരാശ ഉണ്ടാവില്ല എന്ന് എനിക്ക് ഉറപ്പ് കൊടുക്കാൻ കഴിയും. പിന്നെ ഈ പറഞ്ഞ പ്യുവറായിട്ട് നമ്മൾ സ്ക്രിപ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ്, സ്ക്രിപ്റ്റിൽ പൂർണ്ണമായിട്ടും വിശ്വാസം അർപ്പിച്ചാണ് മുന്നോട്ട് പോയിരിക്കുന്നത്. ആ സ്ക്രിപ്റ്റ് തന്നെയാണ് ഇതിലേക്ക് പ്രൊഡ്യൂസറിനെ കൊണ്ടുവരാനും ആക്ടേഴ്സിനെ കൊണ്ടുവരാനായിട്ടും അവർക്കും വിശ്വാസം നൽകിയ സ്ക്രിപ്റ്റാണ്. അപ്പോൾ ആ സ്ക്രിപ്റ്റിൻ്റെ ബലം ഉറപ്പായിട്ടും നമ്മുടെ കുരുക്ക് എന്ന് പറഞ്ഞ സിനിമയ്ക്കുണ്ട്. സോ സ്ക്രിപ്റ്റ് മാത്രമല്ല മ്യൂസിക് ചെയ്തേക്കുന്ന അമ്പാടിയാണ്. അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് ഇല്ല. പക്ഷേ ഇതുവരെ ഞാൻ അവന് കൊടുത്തിട്ടുണ്ട്. പക്ഷേ റെഫറൻസിലോട്ട് പോയതുകൊണ്ട് പിന്നെ ഇനി അവന് കൊടുക്കില്ല. എല്ലാ റെഫറൻസിൽ പോയി തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം. മനസ്സിലായി. എൻ്റെ പല ആൾക്കാരും ചോദിച്ചു മ്യൂസിക് ചെയ്തതായിട്ടുണ്ട്. കുറച്ച് ആൾക്കാർക്ക് വേണ്ടി നമ്മൾ പ്രിവ്യൂ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ചോദിച്ചിട്ടുണ്ട്, അവൻ്റെ റെഫറൻസ് ഒക്കെ ചോദിച്ചു. ഇനിയിപ്പോൾ കൊടുക്കണ്ടല്ലോ. പുറത്ത് നിൽക്കുന്നവർക്ക് പോലും കുലുങ്ങാനുള്ള ഒരു ഇളക്കി മറക്കി ആരും ഉറങ്ങാതിരിക്കാനായിട്ട് ഈ അനീഷ് സച്ചുവിന്റെ കുതിരയുടെ സൗണ്ട് ആ ഫണ്ണ് പോണേ ഇല്ല, ആരും ചിരിക്കണില്ല. ശരി, എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അപ്പോഴേ പറഞ്ഞല്ലേ. അപ്പോൾ എല്ലാവരും കുരുക്ക് മൂവി ജൂലൈ 5-ന് തിയേറ്ററിൽ തന്നെ പോയി എല്ലാവരും കണ്ട് എക്സ്പീരിയൻസ് ചെയ്യണം. ഓക്കെ, താങ്ക് യു സോ മച്ച്.